നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൈസി വെജിറ്റബിൾ മസാല ഓംലെറ്റ് ആണ്. ഇത് വേഗത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 2 മുട്ട എടുക്കുന്നുണ്ട് ഞാൻ, പിന്നെ ഒരു 3 മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ മോസറല്ല ചീസാണ് എടുക്കുന്നത്, അതൊരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് വെജിറ്റബിൾ കയ്യിലുള്ള അവൈലബിൾ ഏത് വെജിറ്റബിളാണോ അവൈലബിൾ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെയാണ് ഞാനിതിൽ എടുത്തിരിക്കുന്നത്. നമുക്കിനി ആദ്യം മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് വഴണ്ട് പോകാൻ പാടില്ല കേട്ടോ. ഇത് ജസ്റ്റ് നമ്മൾ ഈ മസാലയും വെജിറ്റബിൾസും എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇത് വഴറ്റി എടുക്കുന്നില്ല നമ്മൾ ഒരുപാട്. ഇത് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഈ മഷ്റൂമും നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാബേജോ ബീൻസോ ബീട്രൂട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളിയും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തക്കാളി ചേർത്താൽ മതി. പക്ഷേ തക്കാളിയുടെ പുളിപ്പ് നമുക്കിത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഈ ഓംലെറ്റിന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊന്ന് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുളക് പൊടി ഇടാം. ഇനി 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇൻഗ്രീഡിയൻസിൽ ആദ്യം പെപ്പർ പൗഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിതിൽ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് ഒരുപാട് വേണ്ടെങ്കിൽ ഒന്നിൽ പെപ്പർ പൗഡർ ഇടാതിരിക്കാം, അതല്ലെങ്കിൽ മുളക് പൊടി ഇടാതിരിക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ ഇത് രണ്ടും ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് 2 പച്ചമുളകോ 3 പച്ചമുളകോ കട്ട് ചെയ്തുകൂടെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇത് നമ്മൾ വേവിക്കുന്നില്ല, നമ്മൾ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് നമ്മൾ പൊടികളെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി, ഇത്രയും വെജിറ്റബിൾസിന് 2 അല്ലെങ്കിൽ 3 മുട്ട വരെ എടുക്കാം കേട്ടോ. ഈ മുട്ട 2 നമുക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബീറ്റർ വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്ത് നമ്മളുടെ യെല്ലോ കളർ നല്ല ഡാർക്ക് യെല്ലോ കളർ മാറിയിട്ട് ഒരു പെയിൽ യെല്ലോ കളർ ആവുന്നത് പോലെ വേണം എടുക്കാൻ. ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു 2 ടീസ്പൂൺ പശുവിൻ പാലൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് നല്ല സോഫ്റ്റായിട്ട് വരും. എനിക്കിവിടെ അത്ര സോഫ്റ്റായിട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാനിവിടെ മിൽക്ക് ചേർക്കുന്നില്ല. നല്ലതുപോലെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് നോർമലി ഓംലെറ്റ് തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറി ഒരു സൈഡ് നല്ലതുപോലെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് വരണം, അതിനാണ് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് സൈഡെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ആവുന്നത് പോലെ ചെയ്ത് കൊടുക്കാം. ഇത് ഈ മുട്ടയുടെ ഓരോ സൈഡിലും നമുക്ക് ഈ വെജിറ്റബിൾസ് കിട്ടണം. അതേപോലെ നമ്മൾ എല്ലാ സൈഡിലേക്കും വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ചീസാണ് ഇടേണ്ടത്. ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണോ അവൈലബിൾ അത് യൂസ് ചെയ്യും. ഇപ്പം ചീസ് ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ തൽക്കാലം എടുക്കാനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൊസറല്ല ചീസ് ഇതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഈ ചീസ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ഓംലെറ്റിന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് മൂടിയതിന് ശേഷം നമ്മൾ സിമ്മിൽ വേണം വെക്കാനായിട്ട്. ഇതൊരിക്കലും ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെക്കാൻ പാടില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ചീസ് ഒന്ന് മെൽട്ടായിട്ട് വരുന്നത് വരെയാണ് നമുക്കിത് വേവിച്ചെടുക്കണം. ചീസ് മെൽറ്റ് ആവുന്നതാണ് നമ്മളുടെ ഈ ഓംലെറ്റിൻ്റെ കണക്ക്. അപ്പോൾ ഇതൊരു സിമ്മിൽ വെച്ച് വേണം ചെയ്തെടുക്കാൻ. നമുക്കിനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കാണാം ഈ ചീസെല്ലാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പരുവം. ഇനി നമുക്ക് ഈ ഓംലെറ്റ് നമ്മൾ ഈ ഓംലെറ്റ് തിരിച്ചിടുന്നില്ല, ഈ ഓംലെറ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചത് കൊണ്ട് നല്ലപോലെ ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മൂടി വെച്ച് സിമ്മിൽ വേവിച്ചത് കൊണ്ട് ഒരു ഭാഗം നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് കുട്ടികളുടെയൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിരിക്കും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ സ്പൈസി മസാല വെജിറ്റബിൾ ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു. ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഞാനൊരു ഫോർക്കും ഒരു നൈഫും വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുകയാണ്. ഇതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നടുവിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിൽ വെച്ച് കുട്ടികൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്കിത് കൊടുക്കുക. ഒരു സ്റ്റാർട്ടറായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഇതിലെ ചീസൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതിലെ വെജിറ്റബിളൊക്കെ മസാലയൊക്കെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഓംലെറ്റിന് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക് യു.